Hi dears, welcome back. അപ്പോൾ ഇന്നത്തെ റെസിപ്പി വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു വെറൈറ്റി പോളയുടേതാണ്. അപ്പോൾ ഈ ഒരു പോളയുടെ പ്രത്യേകത ഇതിലേക്ക് ബ്രെഡോ മൈദയോ ഒന്നും ചേർക്കാതെ തന്നെ ചെറിയൊരു ലെയറോട് കൂടിയിട്ടാണ് കാണുന്ന സമയത്ത് ഈ ഒരു പോള ഉണ്ടാവുക. അപ്പോൾ ഇതിലേക്ക് മാവ് കുഴയ്ക്കുക, പരത്ത്, കലക്കി ദോശയാക്കി ചുട്ടെടുക്കുക, അല്ലെങ്കിൽ ബ്രെഡോ ഒന്നും ആവശ്യമില്ല. എന്നാൽ അതിലേക്കൊരു പ്രത്യേക ഒരു ഇൻഗ്രീഡിയൻറ്റ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതെന്താണെന്ന് വഴിയെ പറയാം. അപ്പോൾ വീഡിയോ ഫുള്ളായിട്ട് കാണാം. നല്ല ടേസ്റ്റാണ് കേട്ടോ അത് കഴിക്കാനായിട്ട്. അതുപോലെ തന്നെ ഉണ്ടാക്കിയെടുക്കാനും നല്ല എളുപ്പമാണ്, പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ എങ്ങനെയാണ് ഈ ഒരു സ്നാക്ക് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അതിന് മുന്നായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഇനി ഞാൻ പുതിയ വീഡിയോസ് ഇടുമ്പോൾ അതിൻ്റെ നോട്ടിഫിക്കേഷൻസൊക്കെ പെട്ടെന്ന് തന്നെ കിട്ടുകയും ചെയ്യും. അപ്പോൾ ഈ ഒരു സ്നാക്ക് തയ്യാറാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് ആദ്യം തന്നെ ഇതിലേക്കൊരു മസാല റെഡിയാക്കി എടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു ചീനച്ചട്ടി സ്റ്റൗവിൽ വെച്ചിട്ടുണ്ട്. എന്നിട്ട് അതിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ എണ്ണ നന്നായിട്ട് ചൂടായി വന്നാൽ ഇനി ഇതിലേക്ക് മീഡിയം സൈസിലുള്ള 2 സവാള ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് തന്നെ വഴറ്റിയെടുക്കാം. പിന്നെ സവാള പെട്ടെന്ന് തന്നെ വഴന്ന് കിട്ടാൻ വേണ്ടിയിട്ട് ഇതിലേക്ക് കുറച്ച് ഉപ്പും കൂടെ പാകത്തിന് ഉപ്പും കൂടെ ചേർത്തിട്ടാണ് വഴറ്റിയെടുക്കുന്നത്. അപ്പോൾ സവാള ചെറുതായിട്ടൊന്ന് വാടി വരുന്ന സമയത്ത് ഇനി ഇതിലേക്കൊരു 3-4 അല്ലി വെളുത്തുള്ളി ചെറുതായിട്ട് കട്ട് ചെയ്തതും അതുപോലെ തന്നെ ചെറിയൊരു കഷ്ണം ഇഞ്ചി ചതച്ചതും കൂടെ ചേർത്ത് കൊടുക്കാം. ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഉണ്ടെങ്കിൽ 1 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ആയാലും മതിയാവും. പിന്നെ അതിലേക്ക് ഒരു 3 പച്ചമുളക് ചെറുതായിട്ട് കനം കുറഞ്ഞ് വട്ടത്തിൽ അരിഞ്ഞതും അതുപോലെ തന്നെ കുറച്ച് കറിവേപ്പില ചെറുതായിട്ട് കട്ട് ചെയ്തതും കൂടെ ചേർത്തിട്ടാണ് നന്നായിട്ട് വഴറ്റിയെടുക്കാം. അപ്പോൾ സവാള അവിടെ വഴന്ന് വരുന്ന സമയത്ത് കുറച്ച് ചിക്കന്, എല്ലില്ലാത്ത ചിക്കന്, കുറച്ച് മഞ്ഞൾപ്പൊടിയും ഉപ്പും കുരുമുളക് പൊടിയും ഇട്ട് വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഇതുപോലെ ചെറിയൊരു മിക്സിയുടെ ജാറിലിട്ടിട്ട് ഒന്ന് ചെറുതായിട്ടൊന്ന് ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ സവാളൊക്കെ നന്നായിട്ട് തന്നെ വഴന്ന് കിട്ടിയാൽ ഇനി ഇതിലേക്കൊരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നെ 1/2 ടീസ്പൂൺ മുളക് പൊടി, പിന്നെ 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി, പിന്നെ 1/2 ടീസ്പൂൺ ഗരം മസാല കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഈ ഒരു മസാലയുടെ പച്ചമണക്ക് നന്നായിട്ട് തന്നെ മാറി കിട്ടണം. അപ്പോൾ അതുവരെ നന്നായിട്ട് തന്നെ വഴറ്റിയെടുക്കാം. അപ്പോൾ മസാലയുടെ പച്ചമണക്ക് നന്നായിട്ട് മാറി കിട്ടിയാൽ ഇനി ഇതിലേക്ക് നേരത്തെ ക്രഷ് ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്ന ചിക്കന് ചേർത്ത് കൊടുക്കാം. ചിക്കനും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് തന്നെ വഴറ്റിയെടുക്കാം. പിന്നെ ഈ ഒരു സമയത്ത് ഉപ്പ് കുറവുണ്ടെങ്കിൽ കുറച്ച് ഉപ്പും, കാരണം നേരത്തെ സവാള വാടി കിട്ടാൻ വേണ്ടിയിട്ടുള്ള ഉപ്പ് മാത്രമേ ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ പാകത്തിന് ഉപ്പ് നോക്കിയിട്ട് ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് ഒരു 1/2 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കാം. അവസാനം ഇതിലേക്ക് കുറച്ച് മല്ലിയില ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് കുറച്ച് അധികം തന്നെ ചേർത്ത് കൊടുക്കാം. കട്ട് ചെയ്തിട്ട് അതും കൂടെ ചേർത്ത് ഒന്ന് മിക്സ് ആക്കിയിട്ട് ഫ്ലെയിം ഓഫ് ചെയ്യാം. അപ്പോൾ ഇതിലേക്കുള്ള മിക്സ് റെഡി ആയിട്ടുണ്ട്. ഇനി ഇതൊന്ന് ചൂടാറാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കാം. ഇനി ഇതിലേക്ക് വേണ്ടത് പൊറോട്ടയാണ്. ഇപ്പോൾ പൊറോട്ടയ്ക്ക് ബാക്കി വന്നാലും ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ നല്ലൊരു പോളയാണ് കേട്ടോ. പൊറോട്ടയ്ക്ക് പകരം ചപ്പാത്തി ആയാലും ചേർത്ത് കൊടുക്കാം. ഇനി പത്തിരി ബാക്കിയുണ്ടെങ്കിൽ പത്തിരി വെച്ചിട്ടും ചെയ്തെടുക്കാം. അപ്പോൾ ഇനി ഞാനിപ്പോൾ ഇതിലേക്ക് 3 പൊറോട്ടയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ പൊറോട്ട ഒരു കത്രിക വെച്ചിട്ട് ഇതുപോലെ ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ 3 പൊറോട്ടയും ഇതുപോലെ കട്ട് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ ഇനി ഒരു ബൗൾ എടുത്ത് അതിലേക്ക് ഒരു 4 കോഴിമുട്ട പൊട്ടിച്ചൊഴിക്കാം. എന്നിട്ട് ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടിയും അതുപോലെ തന്നെ കുറച്ച് മല്ലിയില ചെറുതായിട്ട് കട്ട് ചെയ്തതും കുറച്ച് കറിവേപ്പില ചെറുതായിട്ട് കട്ട് ചെയ്തതും പാകത്തിന് ഉപ്പും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കാം. എന്നിട്ട് ഇതിലേക്ക് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള പൊറോട്ടയും അതുപോലെ തന്നെ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള ചിക്കൻ്റെ ഫില്ലിങ്സും ഇതിലേക്ക് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കണം. അപ്പോൾ ഇതുപോലെ മിക്സാക്കി എടുത്ത സമയത്ത് പൊറോട്ട അത്യാവശ്യം വലുപ്പമുള്ള 3 പൊറോട്ട ആയത് കാരണം ഒരു മുട്ടയുടെ കുറവുണ്ടായിരുന്നു. അപ്പോൾ ഒരു മുട്ട കൂടെ പൊട്ടിച്ചിട്ട് ഇതിലേക്ക് മിക്സാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ മിക്സാക്കുന്ന സമയത്ത് നോക്കിയിട്ട് മുട്ടയുടെ അളവിൽ വ്യത്യാസം വരുത്താം. ഇനി വേണമെന്നുണ്ടെങ്കിൽ പാല് കയ്യിലുണ്ടെങ്കിൽ പാല് ചേർത്തിട്ടൊന്ന് മിക്സാക്കി എടുത്താലും മതിയാവും. അപ്പോൾ ബാറ്റർ ഒരുപാട് കട്ടിയായി പോവരുത്. ഇനി ഇതൊന്ന് വേവിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഒരു നോൺ സ്റ്റിക്കിൻ്റെ പാൻ സ്റ്റൗവിൽ വെച്ചിട്ടുണ്ട്. എന്നിട്ട് അതിലേക്ക് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ അല്ലെങ്കിൽ ഓയിലോ ചേർത്ത് കൊടുക്കാം. ഇനി ലോ ഫ്ലെയിമിലിട്ടിട്ട് റെഡിയാക്കി വെച്ചിട്ടുള്ള ഈ ഒരു കൂട്ട് പാനിലേക്ക് ഒഴിച്ച് ഒരു സ്പൂണ് വെച്ചിട്ട് അല്ലെങ്കിൽ ഒരു സ്പാച്ചില വെച്ചിട്ട് ഇതുപോലെ ഒന്ന് ലെവൽ ചെയ്തിട്ട് റെഡിയാക്കി എടുക്കാം, സെറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ഈ ഒരു ബാറ്റർ ചെറുതായിട്ടൊരു കട്ടിയിലാണുള്ളത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു മുട്ടും കൂടെ ചേർത്തിട്ട് ഒന്ന് ചെറുതായിട്ടൊന്ന് ലൂസാക്കി എടുക്കാം വേണമെന്നുണ്ടെങ്കിൽ. ഇതായാലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ മുകൾ ഭാഗമൊക്കെ നന്നായിട്ട് ലെവൽ ചെയ്ത് കഴിഞ്ഞാൽ ഇനി ഇതിൻ്റെ മുകളിൽ ഒന്ന് കാണാനൊരു ഭംഗിക്ക് വേണ്ടിയിട്ട് കുറച്ച് മല്ലിയില ചെറുതായിട്ട് കട്ട് ചെയ്തതൊന്ന് വിതറി കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് നിർബന്ധമൊന്നുമില്ല കേട്ടോ, വേണമെന്നുണ്ടെങ്കിൽ ചെയ്ത് കൊടുക്കാം. എന്നിട്ട് അതും ഒരു സ്പൂൺ വെച്ചിട്ട് ഒന്ന് ലെവൽ ചെയ്ത് കൊടുത്തതിന് ശേഷം അടച്ച് വെച്ച് ലോ ഫ്ലെയിമിലിട്ടിട്ട് ഒരു 15-20 മിനിറ്റ് വേവിച്ചെടുക്കാം.
അടി പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് പഴയ നോൺ സ്റ്റിക്കിൻ്റെ പാനോ അല്ലെങ്കിൽ പഴയ ഏതെങ്കിലും അലൂമിനിയത്തിൻ്റെ അടപ്പുണ്ടെങ്കിൽ അതോ വെച്ച് കൊടുക്കാം. അപ്പോൾ ഒരു 20 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഏകദേശം നന്നായിട്ട് തന്നെ വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇതുപോലെ തൊട്ട് നോക്കുമ്പോൾ കയ്യിൽ ഒട്ടി പിടിക്കുന്നൊന്നുമില്ല. മുട്ടയൊക്കെ നന്നായിട്ട് തന്നെ സെറ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി ഓയിൽ ബ്രഷ് ചെയ്തിട്ടുള്ള വേറൊരു പാനിലേക്ക് ഇതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. മുകൾ ഭാഗം ഒന്ന് ബ്രൗൺ കളറാക്കി എടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. നല്ല ടേസ്റ്റി ആയിട്ടുള്ള സ്നാക്കാണ്. അപ്പോൾ പൊറോട്ട ചപ്പാത്തിയൊക്കെ ബാക്കി വരികയാണെങ്കിൽ ഇതുപോലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇതിലേക്ക് മസാല വഴറ്റിയെടുക്കുന്ന ആ ഒരു മെനക്കേടേ ഉണ്ടാവുള്ളൂ. പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാം. നല്ല ടേസ്റ്റുമാണ്. പിന്നെ ഒരു പീസ് തന്നെ മതിയാവും. അത്യാവശ്യം നല്ല കനത്തിൽ തന്നെ ഉണ്ടാവും. അത്യാവശ്യം വയറ് നിറയാൻ മാത്രം അത്യാവശ്യം തന്നെ ഉണ്ടാവും ഒരു പീസ് തന്നെ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക്സ് താഴെ കമൻറ്റ് ബോക്സിൽ അറിയിക്കാൻ മറക്കരുത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക. ഫ്രണ്ട്സ് റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. അപ്പോൾ നല്ല അടിപൊളി വീഡിയോയുമായി വീണ്ടും വരാം. അതുവരെ ടേക്ക് കെയർ. ബൈ. താങ്ക് യു.